പറ്റും. അല്ലെങ്കിൽ പിസ്സ ബേസ് ഉണ്ടാക്കി നമ്മളത് പൊങ്ങാനായിട്ട് ഒരു 4 മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യണം. ഇതിപ്പോൾ അങ്ങനെയൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ചെയ്യാം. നമ്മൾ ഉണ്ടാക്കാനുള്ള പാൻ എടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ ബ്രെഡ് പീസസ് നിരത്തി വെച്ച് കൊടുക്കണം. ഒട്ടും ഗ്യാപ്പില്ലാതെ അടുത്തടുത്ത് വേണം ബ്രെഡ് പീസസ് നിരത്തി വെക്കാനായിട്ട്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മയോണൈസ് ഒഴിച്ചു കൊടുക്കാം. മയോണൈസ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മുടെ ചീസ് ഉണ്ടെങ്കിൽ ചീസും കൂടെ ചേർത്ത് കൊടുത്താൽ കൂടുതൽ നല്ലതാണ്. അപ്പോൾ ഇത് നല്ല ശരിക്കും സ്റ്റിക്കി ആയിട്ട് കിട്ടും. ഇപ്പം നമുക്ക് ചീസ് ഇല്ലെങ്കിലും ഇങ്ങനെയും ചെയ്യാതെ. എല്ലാ ഭാഗത്തേക്കും വെജിറ്റബിൾസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിന് മുകളിലേക്ക് 1 സ്പൂൺ മയോണൈസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് കുറച്ച് റിച്ച് ആയിട്ടുള്ള ഫുഡാണ്. നമുക്കതുകൊണ്ട് ഒരു നേരത്തെ ആഹാരമായിട്ട് ഇത് കഴിച്ചാലും മതി. കുറച്ച് ഹെവി ആയിട്ടുള്ള ഫുഡാണ്. കുറച്ച് മയോണൈസ് ഒഴിച്ചു കൊടുത്തു. നമ്മൾ ലെയേർഡ് പിസ്സ ആയിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ മുകളിലേക്ക് ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ബ്രെഡ് ഒന്ന് നിരത്തി കൊടുക്കണം. ഇനി ബ്രെഡ് പീസസ് വെക്കുമ്പോൾ ഇടയിൽ ഒട്ടും ഗ്യാപ്പ് വരരുത്. ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മളിത് മുറിച്ചെടുക്കുമ്പോൾ പൊട്ടി പോകും. ഈ പാനിൽ നിന്നൊക്കെ മാറ്റുമ്പോൾ പൊട്ടി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അടുത്തടുത്ത് വേണം ബ്രെഡ് പീസസ് നിരത്തി വെക്കാനായിട്ട്. എന്തെങ്കിലും ഗ്യാപ്പ് തോന്നുകയാണെങ്കിൽ ചെറിയ ബ്രെഡ് പീസിൻ്റെ ചെറിയൊരു കഷ്ണം മുറിച്ച് ഗ്യാപ്പ് ഫില്ല് ചെയ്താൽ മതി. ഇനി നമുക്ക് കുറച്ച് തിക്കായിട്ട് മയോണൈസ് ഫുള്ള് ഇതിനെ കവർ ചെയ്തെടുക്കണം. സൈഡുകളും എല്ലാം കവർ ചെയ്തെടുക്കണം. ഇങ്ങനെ കവർ ചെയ്തെടുക്കണം. ഇതിനൊപ്പം തന്നെ നമ്മളൊരു പഴയ ദോശപ്പാൻ ഒന്ന് സ്റ്റൗവിൽ വെച്ച് ചൂടാക്കണം. ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം അതിൻ്റെ ഇടയിൽ തന്നെ. നമുക്കിതിങ്ങനെ സെറ്റായി ഉടനെ തന്നെ അതിൻ്റെ മുകളിൽ കൊണ്ട് വെച്ചിട്ട് ഇതിനൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഇതിനൊരു 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യാനായിട്ട് തുടങ്ങണതിന് മുന്നേ ദോശപ്പാനൊന്ന് ചൂടാക്കാനായിട്ട് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കണം ആദ്യം തന്നെ. നമ്മൾ മയോണൈസ് 4 ഭാഗത്തേക്കും അത് കവർ ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് വെതറി കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇത് പാനിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അതിന് കഴിഞ്ഞാൽ ഇവിടെ ഒരു പഴയ ദോശ പാൻ എടുത്തൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പം തയ്യാറാക്കി വെച്ച പിസ്സ വെച്ചു. ഇനി അത് അടച്ച് വെച്ചിട്ട് സിമ്മിലിട്ടിട്ട് ഒരു 15 മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും ഇതെല്ലാം ഒന്ന് സെറ്റായിട്ട് വരും. ഒരു ടൂത്ത് പിക്ക് എടുത്ത് ഒന്ന് കുത്തി നോക്കി കഴിഞ്ഞാൽ നമുക്കിത് സെറ്റായൊന്ന് മനസ്സിലാവും. ഇത് ക്ലീനായിട്ട് വന്നു കഴിഞ്ഞാൽ ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. സാധാരണ പിസ്സ നമ്മൾ മുറിക്കുന്ന പോലെ തന്നെ ഇത് മുറിച്ചെടുത്ത് കഴിക്കാം. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.